ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നമ്മളെ അഭിലാഷ് സാറ് ഭയങ്കര കരച്ചിലാണ്. അയ്യൂബ് സാറ് ആൾക്കാരെ പറ്റിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അഭിലാഷ്, എന്തിനാണ് നീ ഇങ്ങനെ ഈ പാവപ്പെട്ട പൈസ പോയ ആൾക്കാരെ ഇതിങ്ങനെ പറ്റിക്കുന്നത്? ഇവൻ എന്തൊക്കെ കളവാണ് പറയുന്നത്? ഇവൻ ആകെ അറിയുന്നത് സായിദേ നീ സെക്ഷൻ 14 എടുത്ത് പഠിക്ക് സായിദേ, 15 എടുത്ത് പഠിക്ക് സായിദേ എന്നല്ലാതെ ഇവൻ എന്താണ് അറിയുക? ഇവൻ എന്താ പറഞ്ഞത്? റീഇഷ്യൂ ചെയ്യാൻ പറ്റൂല സായിദേ, റീഇഷ്യൂ ചെയ്യാനുള്ള ഇത് ഇല്ല സായിദേ എന്ന് പറഞ്ഞ് നടന്നവനാണ് ഇവൻ. എന്നിട്ട് ഇപ്പോൾ ഇവൻ പിന്നെ എങ്ങനെയാണ് ഇത്രയും വാദങ്ങൾ നടന്നത്? റീഇഷ്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഫ്രഷ് പ്രൊസീഡിങ്സ് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും വാദങ്ങൾ നടന്നത്? സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞില്ലേ നിങ്ങളുടെ SLP? അപ്പോൾ ഇവൻ പറയുന്നത്, വസ്തുതാപരമായ തെറ്റ് ഒരു ഉളുപ്പില്ലാതെ പറയുന്നവനാണ് ഇവൻ പറയുന്നത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിരവധി ഇടക്കാല റിപ്പോർട്ടുകൾ കോടതിക്ക് മുമ്പാകെ ഉണ്ട് എന്നുള്ളത് ഇവൻ അറിയാതിട്ടായിരിക്കാം ചിലപ്പോൾ. ഇവരുടെ ഒരു തവണ കോമ്പറ്റന്റ് അതോറിറ്റി ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്, സ്റ്റേറ്റ് പോലീസ് ചീഫിന്, ഡിസ്ട്രിക്ട് കളക്ടർമാർക്ക്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന്, അഡീഷണൽ ADGPക്ക്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക്, ലീഡ് ബാങ്ക് മാനേജർക്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർക്ക്, KSEFയുടെ മാനേജർക്ക്, അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് ലോ ഡിപ്പാർട്ട്മെന്റിന്, അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും തന്നെ കൊടുക്കുന്നതാണ്. അതിനുശേഷം കളക്ടറാണ് അവർക്ക് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെയൊരു പ്രൊസീഡിങ്സ് കോമ്പറ്റന്റ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ഇവരുടെ ഇന്ന വ്യക്തിയുടെ ഇന്ന സ്ഥാപനത്തിൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തതിൻ്റെ വിവരങ്ങൾ, അതുപോലെ തന്നെ ഡെപ്പോസിറ്റുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം തന്നെ സമർപ്പിക്കണമെന്ന് പറഞ്ഞ കളക്ടറാണ് ഇവരെ സമീപിക്കേണ്ടത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് തട്ടിപ്പ് കമ്പനികൾ ആണെങ്കിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല. പക്ഷെങ്കിൽ ഇവർ ഒരുപാട് ഭൂമി, 20ഓളം സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 11 വാഹനങ്ങളുണ്ട്, 65 ബാങ്ക് അക്കൗണ്ടുകൾ ഇവരുടെ പേരിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സമാഹരിക്കാൻ 11 ദിവസം അധികം വന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർക്ക് വന്ന ഒരു പിഴവ് എന്ന് പറയുന്നത്. അങ്ങനെ 60 ദിവസത്തിനിടയ്ക്ക് സമർപ്പിക്കേണ്ടത് 72ാമത്തെ ദിവസം സമർപ്പിച്ചു. ഇന്ന കാരണങ്ങൾ കൊണ്ട് തഹസിൽദാർ എടുക്കുന്നതും വില്ലേജ് ഓഫീസിൽ നിന്നും ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുക്കുന്നതും ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി താമസം വന്നു. അത് ഇളവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻ്റെ കൂടെയാണ് ജില്ലാ കളക്ടർ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ ആദ്യത്തെ തവണ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി, അതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ നിന്ന് ഇവരുടെ ഡിലേ വന്നു കഴിഞ്ഞാലും ഇവർ ഇന്ന് കുറ്റം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവരുടെ ആസ്തികൾ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണം, നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കൊടുക്കണം, ഇവരുടെ വസ്തുക്കൾ ലേലം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ഉത്തരവ് ഏപ്രിൽ 27-ാം തീയതി ഉണ്ടാകുന്നത്. അതിനെയാണ് ഇവരുടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഇത് സ്പെഷ്യൽ ആക്റ്റാണെന്നും ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും, അതുകൊണ്ട് ലിമിറ്റേഷൻ ആക്ടിൻ്റെ കണ്ടോണേഷൻ ഇതിൽ പറ്റില്ല എന്നും പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നത് അതിൽ കാര്യമുള്ളതുകൊണ്ട് അത് ഈ ആക്റ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, അത് ഒരു ഡയറക്ഷൻ എന്ന രീതിയിലാണ് പറഞ്ഞതിൽ കൂടി അത് പാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിൽ അത് അനുവദിക്കുകയും തിരിച്ച് സെഷൻ കോടതിയിലേക്ക് മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരു പെർമനന്റ് ഫ്രീസിങ് ഒഴിവാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്.
അതിനുശേഷം അന്ന് രാത്രി 10:40 തന്നെ കോമ്പിറ്റൻ്റ് അതോറിറ്റി ഇവരുടെ ആസ്തികൾ രണ്ടാമതും ഫ്രീസ് ചെയ്യുകയാണ്. നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാനെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നിക്ഷേപകരുടെ 10 ലക്ഷത്തിലധികം നിക്ഷേപകരുണ്ടെന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്ന നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, നിക്ഷേപകരുടെ പണം വേറെ എവിടെയും പോകാതിരിക്കാൻ വേണ്ടി കോമ്പിറ്റൻ്റ് അതോറിറ്റി അത് അന്ന് രാത്രി തന്നെ ഫ്രീസ് ചെയ്യാണ്. അടുത്ത ദിവസം തന്നെ ജൂൺ 23 തന്നെ ആപ്ലിക്കേഷൻ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ കൊടുക്കുകയാണ്. 23 തന്നെ. ഇവിടെ ഒരു ദിവസത്തിൻ്റെ സമയമാണ് രണ്ടാമത്തെ തവണ ജില്ലാ കളക്ടർ എടുത്തിരിക്കുന്നത്. കാരണം ഇവർ എല്ലാം കഴിഞ്ഞ തവണത്തെ വാഹനങ്ങളുടെയും ഭൂമിയുടെയും ബാങ്ക് ഡീറ്റെയിൽസും ലഭ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ കോടതിയിൽ അതിനു വേണ്ടിയുള്ള പെർമനന്റ് ഫ്രീസിങ് ആക്കാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഇവർ പറയുന്നത് ഇവൻ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ട്? ഇവൻ ചേർത്ത ആൾക്കാർ ഇവനെ കൈകാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അവരെയാണ് ഇവൻ പറ്റിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളെ പോലെയുള്ളവരെ പറ്റിക്കാൻ സാധിക്കില്ല അഭിലാഷൻ, നിനക്ക്. അതാണ് നിന്റെ പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ ഇവൻ എന്താണ് പറയുന്നത്? ഒരു വർഷമായിട്ടും പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള വിഡിതം പറയുകയാണ് ഇവൻ. പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ല പോലും. പോലീസ് കഴിഞ്ഞ 2 മാസമായിട്ടേ ഉള്ളൂ ക്രൈം ബ്രാഞ്ചിൻ്റെ അന്വേഷണം. അത് അടുത്ത മാസം സമർപ്പിക്കും. അപ്പോൾ നിനക്കറിയാം എന്താണ് സ്ഥിതി എന്ന്. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാനിരിക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞിട്ട് നീ അവനാദ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി നിങ്ങളുടെ അപ്പീലുകളൊക്കെ മാറ്റി നമ്മളിതാ ഇനി ക്രൈംബ്രാഞ്ചിൻ്റെ കേസിനെ നമ്മൾ എതിർക്കുകയാണ്, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം, സഹായം വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെ തള്ളി നിൽക്കും? ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം 1-2 വർഷം വരെ ചിലപ്പോൾ ഈ ട്രയൽ നടന്നേക്കാം. പക്ഷെങ്കിൽ അതിനു മുന്നേ തന്നെ നിക്ഷേപകർക്കുള്ള പണമൊക്കെ കിട്ടാനുള്ള വകുപ്പുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാലതാമസം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കക്ഷി ചേർന്ന് അതിൽ പെട്ടെന്ന് തീരുമാനമാക്കാനുള്ള കാര്യങ്ങൾ ബഡ്സ് ആക്ടിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ജപ്തി കേസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം മെഡിക്കൽ പർപ്പസ്, എഡ്യൂക്കേഷൻ പർപ്പസ്, മാരേജ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ബഡ്സ് കോടതിയെ സമീപിച്ചുകൊണ്ട് നിങ്ങളിൽ ശരിക്കുള്ള നിക്ഷേപകനാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്സ് കോടതിയെ സമീപിച്ചുകൊണ്ട് ബഡ്സ് കോടതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പണം റിലീസ് ചെയ്തു തരാനുള്ള അധികാരം നിയമപ്രകാരം ബഡ്സ് കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേസ് അവസാനിക്കുന്നതുവരെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം. ഇവനെ പോലെയുള്ള പറയുന്നില്ല, ഇവനെ പോലെയുള്ള വിവരം കേട്ടവർ പറയുന്നത് കേട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തമാശയും പറഞ്ഞ് കള്ളത്തരവും ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നഷ്ടമാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ആരാണ് നമ്മുടെ പുതിയൊരു അവതാരം? സൂരജ്, പാലക്കാടുള്ള സൂരജ് സൂരജ് എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ്. സൂരജുമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല. സൂരജിനൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. സൂരജിൻ്റെയും കുറച്ച് പണമുണ്ട്. സൂരജ് ഒരു ഡ്രൈവറാണ്. സൂരജിൻ്റെ കുറച്ച് പൈസയൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ് സൂരജിൻ്റെ പ്രശ്നം. അപ്പോൾ അതെങ്ങനെ കിട്ടും എന്നുള്ളതാണ് സൂരജിൻ്റെ പ്രശ്നം. സൂരജ് ഞാൻ അങ്ങോട്ടും വിളിക്കാറുണ്ട്, സൂരജ് ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. എന്തുകൊണ്ട് അഭിലാഷ് എന്നെ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചാൽ ഗ്രീൻകോ തട്ടിപ്പിൽ പ്രതാപൻ അറസ്റ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് പത്ര റിപ്പോർട്ട് കൊടുത്തേ പിന്നെയാണ് ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ച് മോശം കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവനും നെഗറ്റീവ് ആവുമോ, പ്രതാപനെ സംശയിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഞാൻ അഭിലാഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല ഓൻ കാണാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഒക്കെ അയച്ചു കൊടുത്ത്. അപ്പോൾ അഭിലാഷ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും എടുക്കൂല.
ഞാൻ സത്യത്തിൽ ഇന്നലെ വിളിച്ചത് ഓനെന്തോ ആക്സിഡന്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ വിളിച്ചത്. നിന്റെ അഭിലാഷൻ, നിന്റെ ആക്സിഡന്റ് നീ എന്തോ ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടു, എനിക്കെന്തോ ആക്സിഡന്റ് ഉണ്ടായി, നമ്മളെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഭിലാഷൻ നിന്നെ വിളിച്ചത്. അല്ലാതെ നീ എന്തായാലും പേരും കള്ളം തന്നെയാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്കെല്ലാം അറിയാം. നമ്മുടെ അജിത് ഷാജിനെ പോലെ ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ എങ്കിൽ നിനക്ക് ഗതികേടാണ്. നീ ഒരുപാട് ആൾക്കാരെ ചേർത്തിട്ടുണ്ട്, അവരൊക്കെ നിന്നോട് പൈസ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജനകീയ വേദി മൂഞ്ചിപ്പോയത് കൊണ്ട് ഇപ്പോൾ നിന്റെ സ്വന്തം ഉത്തരവാദിത്തമാണ്. ഇനി പുതിയൊരു ബാങ്ക് ഉണ്ടാക്കുന്നുണ്ട്, അറിയില്ലേ? ജനകീയ വേദിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ആൾക്കാരെല്ലാം കൂടിയിട്ട് പുതിയൊരു ബാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ബാങ്കിൽ ഒരുപാട് കള്ളപ്പണം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണിപ്പോൾ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ദയവ് ഇത് ഇവനെ പോലെയുള്ള ആൾക്കാരെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എന്തായാലും അടുത്ത പ്രാവശ്യം വിധി ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് 2 ദിവസം കൂടി ഇവൻ്റെ കുത്തിത്തിരിപ്പുകളും വിവരമില്ലായ്മയും നമുക്ക് ചർച്ച ചെയ്യാം. ബൈ.